അമേരിക്കയ്ക്ക് പോലും ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കാത്ത 10 രാജ്യങ്ങൾ. ലോകത്തിലെ മിക്ക രാജ്യങ്ങളെയും ഒരു യുദ്ധത്തിലൂടെ പിടിച്ചടക്കാൻ വൻ ശക്തികളായി അറിയപ്പെടുന്ന രാജ്യങ്ങൾക്ക് സാധിക്കും. എന്നാൽ അവർക്ക് പോലും പിടിച്ചെടുക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളും നമ്മുടെ ലോകത്തിലുണ്ട് കേട്ടോ. വെറും സൈനിക ശക്തി മാത്രം ഉപയോഗിച്ച് കീഴടക്കുക എന്നത് അസാധ്യമായ ഒന്നായതുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങളെ പൂർണ്ണമായും കീഴടക്കാൻ ആർക്കും സാധിക്കാത്തത്. അത്തരത്തിലുള്ള 10 രാജ്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്പർ 10, അഫ്ഗാനിസ്ഥാൻ. പൂർണ്ണമായും കീഴടക്കാൻ കഴിയാത്ത രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പൂർണ്ണമായും കര അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ അഫ്ഗാനിസ്ഥാൻ കീഴടക്കാൻ പല വൻ ശക്തികളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ അവിടെ നിന്നും മടങ്ങിയത് പരാജയപ്പെട്ടിട്ടാണ്. ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ 1800കളിൽ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അതിനുശേഷം 1979 മുതൽ 1989 വരെ സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തുവെങ്കിലും ഒന്നും നേടാനാവാതെ പരാജയം സമ്മതിക്കേണ്ടി വന്നു. അതിനുശേഷം ആധുനിക ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രമായ അമേരിക്ക 2001 മുതൽ 2021 വരെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തുവെങ്കിലും അവർക്ക് ആ രാജ്യം പൂർണ്ണമായും വരുതിയിലാക്കാൻ സാധിച്ചില്ല. പല കാലഘട്ടങ്ങളിലെ വൻ ശക്തികളായി കരുതപ്പെട്ടിരുന്ന രാജ്യങ്ങൾ അഫ്ഗാൻ മണ്ണിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ സാമ്രാജ്യങ്ങളുടെ ശ്മശാനം എന്ന വിളിപ്പേരും അഫ്ഗാനിനുണ്ട്. എന്തുകൊണ്ടാണ് അഫ്ഗാൻ കീഴടക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് അഫ്ഗാന്റെ ഭൂപ്രകൃതി തന്നെയാണ്. രാജ്യത്തിന്റെ ഭൂരിഭാഗം കരഭാഗവും പർവ്വതങ്ങളും മലകളും കുന്നുകളും കടും വരൾച്ച നേരിടുന്ന ഭൂമികളും നിറഞ്ഞതാണ്. അവിടെയൊക്കെ പുറത്തു നിന്നും എത്തുന്ന സൈന്യത്തിന് യുദ്ധം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ യുദ്ധ ടാങ്കുകളും മറ്റ് സൈനിക കവചിത വാഹനങ്ങളുമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ എല്ലായിടത്തും ഉപയോഗിക്കാനും സാധിക്കില്ല. അഫ്ഗാനിസ്ഥാനിലെ ജനവിഭാഗങ്ങളും ആക്രമിക്കുവാൻ എത്തുന്ന രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താറുണ്ട്. രാജ്യത്തിനുള്ളിൽ പരസ്പരം പോരടിക്കുന്ന ഈ വിഭാഗങ്ങൾ രാജ്യത്തിന് നേരെ ആക്രമണം നേരിടുമ്പോൾ ഒന്നിച്ചു നിന്ന് എതിർക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൃത്യമായി അറിയുന്ന അവരുടെ ആക്രമണത്തെ പൂർണ്ണമായും ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്പർ 9, ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാഷ്ട്രം എന്നതിനൊപ്പം ലോകത്തിലെ ഏറ്റവും ശക്തരായ മൂന്നാമത്തെ രാജ്യം എന്ന പദവിയും ചൈനയ്ക്ക് സ്വന്തമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിൽ ഒന്നാമതുമാണ്. ചൈനയും വേഗത്തിൽ കീഴടക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയുടെ ഭൂപ്രകൃതിയാണ്. ചൈനയിൽ നിങ്ങൾക്ക് ഉയരമുള്ള മഞ്ഞുമൂടിയ പർവ്വതങ്ങളും കൊടും വനങ്ങളും മരുഭൂമികളും ഒക്കെ കാണുവാൻ സാധിക്കും. ചൈനയെ കീഴടക്കുവാൻ സാധിക്കാത്തതിന്റെ മറ്റൊരു കാരണം അവിടുത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ഏത് വിധത്തിലുള്ള ആയുധങ്ങളും എത്ര വേണമെങ്കിലും നിർമ്മിക്കുവാനുള്ള ആൾബലവും സമ്പത്തും ചൈനയുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ ചൈനയിലെ ഭരണ സംവിധാനവും ചൈനയെ കീഴടക്കാൻ ശ്രമിക്കുന്നവർക്ക് വൻ വെല്ലുവിളിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തിൽ എന്ത് തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും അവ പ്രാവർത്തികമാക്കാനും ശേഷിയുള്ള ഒരു ഗവൺമെന്റിന് യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തിലെ ഓരോ പൗരന്റെ കയ്യിൽ ആയുധം എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങൾ. കാടും മലയും മഞ്ഞും മരുഭൂമിയും ഒക്കെ താണ്ടിയെത്തുന്ന ശത്രു സൈന്യത്തിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ചൈനീസ് നഗരങ്ങൾ കീഴടക്കുക എന്നത് അത്ര എളുപ്പമാകില്ല. ആയുധമേന്തിയ ഒരു ജനവിഭാഗമാണ് ശത്രു സൈന്യത്തെ നഗരങ്ങളിൽ നേരിടുന്നതെങ്കിൽ പിന്നെ ചൈന കീഴടക്കുക എന്നത് അസാധ്യമാകും. ചൈനയെ ആക്രമിച്ച് കീഴടക്കാൻ മുതിരാത്തതിന്റെ മറ്റൊരു പ്രധാന കാരണം അവരുടെ വൻ സൈനിക ശക്തിയും ആണവായുധ ശേഖരവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരസേന സ്വന്തമായിട്ടുള്ള ചൈനയുടെ പക്കൽ 350ഓളം ആണവായുധങ്ങളാണുള്ളത്. അതറിഞ്ഞുവെച്ച് ആരും ചൈനയെ ആക്രമിക്കാൻ മുതിരുക എന്ന മണ്ടത്തരം ചെയ്യില്ല എന്നുറപ്പാണ്. നമ്പർ 8, യുക്രൈൻ. തങ്ങൾക്ക് നേരെ ഉണ്ടായ അധിനിവേശ ശ്രമത്തിനെതിരെ യുക്രൈൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധം ലോകത്തിന് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞു തന്നെ തുടങ്ങട്ടെ. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ യുക്രൈനെ റഷ്യയുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വരെ ലോകത്തിലെ വൻ ശക്തികളുടെ ടോപ്പ് 10 രാജ്യങ്ങളുടെ ലിസ്റ്റിലോ അല്ലെങ്കിൽ ടോപ്പ് 50 രാജ്യങ്ങളുടെ ലിസ്റ്റിലോ പോലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ലായിരുന്നു. റഷ്യ ആക്രമണം ആരംഭിച്ചതോടെ ലോകം കരുതിയത് യുക്രൈൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ റഷ്യയുടെ മുന്നിൽ അടിയറവ് പറയുമെന്നായിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും യുക്രൈൻ തോൽവി സമ്മതിക്കാതെ പോരാട്ടം തുടരുകയാണ്. ഒരു രാജ്യത്തിനെ കീഴടക്കാൻ അതിന്റെ മണ്ണ് മാത്രം പിടിച്ചെടുത്താൽ പോരാ, ആ രാജ്യത്തിന്റെ ശക്തരായ മിത്ര രാജ്യങ്ങളെയും നേരിടേണ്ടി വരും. യുക്രൈനിന്റെ മിത്ര രാഷ്ട്രങ്ങളായ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങൾ യുദ്ധത്തിന് നേരിട്ട് പങ്കെടുത്തില്ല എങ്കിലും യുക്രൈൻ ആവശ്യമായ ആയുധവും പണവും നൽകി കൈ അയഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റായ വ്ളാദിമിർ സെലൻസ്കി യുദ്ധഭൂമിയിൽ ഉറച്ചു നിന്ന് യുക്രൈന് പകർന്നു നൽകിയ ഊർജവും അവരുടെ പോരാട്ടത്തിന്റെ വീര്യം വർദ്ധിപ്പിച്ചു. യുക്രൈൻ പുഷ്പം പോലെ കീഴടക്കാമെന്ന് കരുതിയ റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് രാജ്യസ്നേഹികളായ യുക്രൈൻ ജനതയാണ്. അവർ ആയുധമെടുത്ത് പോരാടിയതോടെയാണ് ഇന്നും റഷ്യയ്ക്ക് യുക്രൈൻ കീഴടക്കാൻ സാധിക്കാതെ യുദ്ധം തുടരേണ്ടി വരുന്നത്.
നമ്പർ 7 ഇന്ത്യ. നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ഈ ലിസ്റ്റിലെ അടുത്ത രാജ്യം. ഇന്ത്യ എന്ന രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ആദ്യത്തെ വസ്തുത ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. വടക്കൻ മേഖലയിലെ പർവ്വത നിരകളും കിഴക്കൻ മേഖലയിലെ കാടുകളും പടിഞ്ഞാറൻ മേഖലയിലെ മരുഭൂമിയും ഒക്കെ നമ്മുടെ രാജ്യത്തിന് സ്വതസിദ്ധമായ സംരക്ഷണ കവചം ഉറപ്പാക്കുന്നു. ആ ഭാഗങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക എന്നത് ശത്രു രാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. ഇനി ആക്രമണം ഉണ്ടായാൽ തന്നെ ഒരേ സമയം 2 ശത്രു രാജ്യങ്ങളുടെ അധിനിവേശ ശ്രമം ചെറുക്കുവാനുള്ള തന്ത്രപ്രധാനമായ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളുമായി ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ സദാ ജാഗ്രതയിലുമാണ്. ഇനി ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആകെ അവശേഷിക്കുന്ന മാർഗം സമുദ്രത്തിലൂടെയാണ്. എന്നാൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളായും വിമാനഹിനി കപ്പലുകളും ഉൾപ്പെടുന്ന ഏകദേശം 180ഓളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള ഇന്ത്യൻ നാവികസേനയെ തോൽപ്പിച്ചതിനു ശേഷം മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വൻ സൈനിക ബലത്തോടൊപ്പം ഏകദേശം 160ഓളം ആണവായുധങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ആയുധ ശേഖരത്തിലുണ്ടെന്നതും നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. നമ്പർ 6 നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ ഒരു കുഞ്ഞ് ഏഷ്യൻ രാജ്യമാണ്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതി ഭരിക്കുന്ന ഉത്തര കൊറിയ എന്ന ഈ രാജ്യം കീഴടക്കുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ അതിന് പ്രധാന ഉത്തരം അവിടുത്തെ ഭരണാധികാരിയായ കിം ജോങ് ഉൻ എന്ന് പറയേണ്ടി വരും. അധികം ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും 40ഓളം ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ പക്കലുണ്ട്. ഒട്ടും ആലോചിക്കാതെയും ചിന്തിക്കാതെയും എടുത്തുചാടി പ്രവർത്തിക്കാൻ ശീലമുള്ള കിം ജോങ് ഉന്നിനെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ വിരൽ തുമ്പിലാണ് ആ ആയുധങ്ങളെന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഉത്തര കൊറിയയെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ശക്തി നോർത്ത് കൊറിയയാണ്. അതോടൊപ്പം 45 ലക്ഷം റിസർവ് സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളും വൻ ശക്തികളുമായ ചൈന, റഷ്യ എന്നിവരുടെ സൗഹൃദവും നോർത്ത് കൊറിയയെ അത്ര വേഗത്തിൽ കീഴടക്കാൻ സാധിക്കാത്ത രാജ്യമാക്കി മാറ്റുന്നു. നമ്പർ 5 റഷ്യ. യുക്രൈനെ കീഴടക്കാൻ പാടുപെടുന്ന റഷ്യയെ യുക്രൈൻ തിരികെ ആക്രമിച്ച് കീഴടക്കുമോ? ഒരിക്കലുമില്ല. കാരണം ആക്രമിച്ച് കീഴടക്കാൻ ഒരിക്കലും സാധിക്കാത്ത രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ ഭൂപ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച് പലരും ദാരുണമായി പരാജയപ്പെടുകയാണുണ്ടായത്. റഷ്യയുടെ വലിപ്പത്തിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും കൃത്യമായ അവബോധമില്ലാതെ ആക്രമണത്തിന് മുതിർന്ന നെപ്പോളിയനും ഹിറ്റ്ലറുമൊക്കെ ദയനീയമായി പരാജയപ്പെട്ട് പിൻവാങ്ങുകയാണുണ്ടായത്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ റഷ്യൻ സേനയും ജനതയും പ്രത്യാക്രമണത്തിന് നിൽക്കാതെ രാജ്യത്തിനുള്ളിലേക്ക് പിൻവാങ്ങി നെപ്പോളിയനെയും സൈന്യത്തെയും കടന്നുവരാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പിൻവാങ്ങുന്നതിനനുസരിച്ച് വഴിയിലെ കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നശിപ്പിച്ച് അവർ കൊടും തണുപ്പിൽ വിഷം നലയുന്ന അവസ്ഥയിലേക്ക് നെപ്പോളിയന്റെ സൈന്യത്തെ എത്തിച്ചു. അതോടെ നെപ്പോളിയൻ തോറ്റു പിന്മാറി. ഇന്നും റഷ്യയുടെ ഭൂപ്രകൃതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആക്രമിച്ച് കീഴടക്കാൻ എത്തുന്നവരെ കാത്തിരിക്കുന്നത് അവർ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള സാഹചര്യമാണ്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നും അതുപോലെ തന്നെ ഏറ്റവും അധികം ആണവായുധങ്ങളും പുത്തൻ പുതിയ ആയുധ സംവിധാനങ്ങളുമൊക്കെ റഷ്യയെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ആക്രമിച്ച് കീഴടക്കുക എന്നത് അസാധ്യമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.